ഹലോ, ഐ+ന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാക്സ് റിട്ടേൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടാക്സ് റിലേറ്റഡ് കാര്യങ്ങൾ, ആർക്കൊക്കെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും, എന്തിനു ചെയ്യുന്നു, എവിടെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എ ടാക്സ് റിട്ടേൺ ഈസ് എ ഡോക്യുമെന്റേഷൻ filed with a tax authority that reports income, expenses and other relevant financial information. ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡോക്യുമെന്റേഷൻ ആണ്. അതെവിടെ നമ്മൾ ഫയൽ ചെയ്യുന്നത്? ടാക്സ് അതോറിറ്റി ദാറ്റ് റിപ്പോർട്ട്സ്. എന്തൊക്കെയാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻകം, എക്സ്പെൻസസ്, അതുപോലെ അതർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? അത് ആനുവൽ കാര്യമാണ്. എന്തെന്ന് പറയുന്നത്? ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ടാക്സ് അതോറിറ്റീസ്, IRS പോലെയുള്ള ടാക്സ് അതോറിറ്റീസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ടാക്സ് റിട്ടേൺ മീൻസ് അതൊരു ഡോക്യുമെന്റേഷൻ ആണ്. ഒരു ഫോമില് ഇൻകം, എക്സ്പെൻസസ്, നമ്മുടെ ബയോഗ്രാഫിക്കൽ ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻസ് അതെല്ലാം കളക്ട് ചെയ്ത് അതിൽ റെക്കോർഡ് ചെയ്ത് ഒന്നില്ലെങ്കിൽ അത് മാനുവലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി IRS പോലെയുള്ള ടാക്സ് അതോറിറ്റീസിലേക്ക് സെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ടാക്സ് റിട്ടേൺ. ഓക്കെ, എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നു. US അത് ചെയ്യേണ്ട അവസാന ഡേറ്റ് ആണ് April 15. ഈ വർഷത്തെ ആണെങ്കിൽ അടുത്ത വർഷം April 15 ആണ് ലാസ്റ്റ് ഇയർ. അടുത്ത വർഷത്തെ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നാണ്? അതിന്റെ പിന്നത്തെ വർഷം, അതായത് 2026 April 15 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ടാക്സ് റിട്ടേൺ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇറ്റ്സ് ഡോക്യുമെന്റേഷൻ ഫയൽഡ് വിത്ത് ടാക്സ് അതോറിറ്റി ലൈക്ക് IRS. അത് റിപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മുടെ ഇൻകം, എക്സ്പെൻസസ്, അതർ റിലവൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, അപ്പം നമ്മുടെ ബയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻസ്, അതൊക്കെ. ഓക്കെ, ഓൺ ടാക്സ് റിട്ടേൺസ് taxpayers calculate their tax liability, schedule tax payments, or request refunds for the overpayment of taxes. ടാക്സ് റിട്ടേണിൽ ടാക്സ് പേയർ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? അവരുടെ ടാക്സ് ലയബിലിറ്റി, അവർക്ക് എത്ര ടാക്സ് ലയബിലിറ്റി ഉണ്ട്. സോ schedule tax payments or request refunds for the overpayment of taxes ആണ്. നമ്മളിപ്പോൾ ടാക്സ് ഓവറായിട്ട് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് IRS റീഫണ്ട് ചെയ്യും. എത്ര എമൗണ്ട് ആണ് ഓവറായിട്ട് വന്നതെന്ന് വെച്ചാൽ അത്ര എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് റിക്വസ്റ്റ് ഫോർ റീഫണ്ട് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 1040 എന്ന് പറയുന്ന ആ ഫോമിൽ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഓവർ പേയ്മെന്റ് ഓഫ് ടാക്സസ് വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഓവറായിട്ട് വന്ന ടാക്സ് എമൗണ്ട് IRS റീഫണ്ട് ചെയ്യുന്നു ബാങ്ക് ത്രൂ. ഓക്കെ, മോസ്റ്റ് പ്ലേസസ് ടാക്സ് റിട്ടേൺ മസ്റ്റ് ഫയൽ ആനുവലി. ആനുവലി ആണ് എല്ലായിടത്തും. ആനുവലി ഓരോ വർഷമാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. US ടാക്സ് റിട്ടേൺസ് ആർ ഫയൽഡ് വിത്ത് IRS, അതായത് ടാക്സ് അതോറിറ്റി, ഓർ വിത്ത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ ടാക്സ് കളക്ഷൻ ഏജൻസീസ് ഉണ്ടാവും. IRS ആണ് മേജർ ആയിട്ടുള്ള ഫെഡറൽ ടാക്സ് അതോറിറ്റി. ഇനി അല്ലാതെ ഓരോ സ്റ്റേറ്റിലും ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ ടാക്സ് കളക്ഷൻ ഏജൻസീസ് ഉണ്ടാവും. അവർക്കും കളക്ട് ചെയ്യാം. ലൈസൻസ്ഡ് ആണെങ്കിൽ അവർക്കും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. Containing information used to calculate taxes. Okay, tax returns are generally prepared using forms prescribed by the IRS or other relevant authority. ടാക്സ് റിട്ടേൺസ് ഒക്കെ ജനറലി പ്രിപ്പയർ ചെയ്യുന്നത് ഫോംസ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം അല്ലേ? 1040, 1099, W2, അങ്ങനെ ഒരുപാട് ഫോംസ് അതിൻ്റെ കീഴെ വരുന്ന സ്കെഡ്യൂൾസ് ഉണ്ട്. സ്കെഡ്യൂൾ A, B, C, D എന്ന് പറഞ്ഞിട്ട് ഒരുപാടെണ്ണം ഉണ്ട്. അത് നമ്മൾ മേജർ ഫോംസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ് സ്കെഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫോംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ടാക്സ് അതോറിറ്റി ആയ IRS പോലുള്ള ടാക്സ് അതോറിറ്റീസിൽ കൊണ്ടുവന്ന് ഫയൽ ചെയ്യുന്നു, ടാക്സ് എമൗണ്ട് അടയ്ക്കുന്നു. ഇതാണ് മേജറായിട്ട് നടക്കുന്നത്. അപ്പൊ ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെന്റേഷൻ ആണ്. അതിൽ നമ്മുടെ ഇൻകം, എക്സ്പെൻസസ്, അതുപോലെ അതർ ഫിനാൻഷ്യൽ ആൻഡ് ബയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻസ് എല്ലാം എൻ്റർ ചെയ്യുന്നു. ആരാ എൻ്റർ ചെയ്യുന്നത്? ടാക്സ് പെയറിന് വേണ്ടി എൻ്റർ ചെയ്യുന്നത് ആരാണ്? EA പോലുള്ള ടാക്സ് പ്രിപ്പയറേഴ്സ് ആണ് അതൊക്കെ എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ വർഷം ആനുവലി പ്രിപ്പയർ ചെയ്യുന്നു. April 15 ആകുമ്പോൾ IRSന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ലോക്കൽ ടാക്സ് അതോറിറ്റിക്ക് അത് സബ്മിറ്റ് ചെയ്യുന്നു, ടാക്സ് കളക്ട് ചെയ്യുന്നു, തീരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഓവർ പേയ്മെന്റ്, നമ്മൾ ടാക്സ് കൂടുതൽ അടച്ചുവെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴിയിട്ട് എത്രയാണോ കൂടുതൽ എമൗണ്ട് അഡീഷണൽ കയറിയത് അത്രയും റീഫണ്ട് ചെയ്ത് തരും. ഇതാണ് മേജറായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നത് എവിടെയാണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോംസ് ഉണ്ട്. ഓക്കെ, ആ ഫോംസിലാണ് ടാക്സ് റിട്ടേൺസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 1040, 1120, 1099 തുടങ്ങിയ ഡിഫറെൻറ്റ് ഫോംസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, മാനുവലി അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി.
മാനുവലി പ്രിപ്പയർ ചെയ്യുമ്പോൾ പോസ്റ്റ് വഴി IRS അയച്ചു കൊടുക്കുന്നു. ഇലക്ട്രോണിക്കലി ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെയിൽ വഴി അയച്ചു കൊടുക്കും. ഇതാണ് വ്യത്യാസം. ക്ലിയർ ആയോ പോയിന്റ്സ്? ടാക്സ് റിട്ടേണിന്റെ ഒരു ഓവർവ്യൂ, ഇൻട്രൊഡക്ഷൻ. ഓക്കെ അല്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? ടാക്സ് റിട്ടേൺ എന്താ എങ്ങനെയാന്നുള്ള കാര്യം. സോ വേരിയസ് ഫോംസ് യൂസ്ഡ് ടു ഫയൽ ടാക്സ് റിട്ടേൺ ഇൻ US ആണ്. US ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോംസ്. ഫോം 1040 ഇൻഡിവിജ്വലിന്റെ കേസിൽ വരുമ്പോൾ, അപ്പോൾ ഇൻഡിവിജ്വൽസ് ആണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമാണ് ഫോം 1040. പിന്നെ വരുന്നത് ഫോം 1040 SR ആണ്. സീനിയർ സിറ്റിസൺസ് 60 വയസ്സിന് മുകളിലുള്ളവർ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഫോംസ് ആണ് 1040 SR. SR മീൻസ് സീനിയർ, അതാണ് ഉപയോഗിക്കുന്നത്, സീനിയർ സിറ്റിസൺസ് യൂസ് ചെയ്യുന്നത്. ഫോം 1065 പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഫോം 1065 എന്ന് പറയുന്നത്. ഫോം 1120 കോർപ്പറേഷൻസ്, എസ് കോർപ്പറേഷൻസ്, സി കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോർപ്പറേഷൻസ് ഉണ്ട്. US കോർപ്പറേഷൻസ് യൂസ് ചെയ്യുന്ന ഫോമാണ് 1120. ഇപ്പൊ 1040 ആരാണ്? ഇൻഡിവിജ്വൽസ്. 1040 SR ആരാണ്? സീനിയർ സിറ്റിസൺസ് 60 വയസ്സിന് മുകളിൽ. 1065 ആരാണ്? പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ആൾക്കാർ. 1120 ആരാണ്? കോർപ്പറേഷൻസ് ആണ് അത് ഫയൽ ചെയ്യുന്നത്. നമുക്കിത് മാനുവലിയും ഫയൽ ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് ഫയലിംഗ് നടത്തും. ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് ഫയൽ ചെയ്യാം. ഓക്കെ, മാനുവലി ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ഡീറ്റെയിൽസും എഴുതി പെൻ വെച്ചിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും മാനുവലി എഴുതി നമ്മുടെ ഡേറ്റ്, പേര്, സൈൻ ഒക്കെ ഇട്ട് നമ്മൾ പോസ്റ്റ് വഴി IRS അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ ലോക്കൽ ടാക്സ് അതോറിറ്റീസിന് അയച്ചു കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് ഡോക്യുമെന്റ്സ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ സൈൻ ഇടുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ എങ്ങനെ സൈൻ ഇടുന്നത്? സൈനിന് പകരം അവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ഓർക്കുന്നോ? ഇലക്ട്രോണിക് ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് യെസ് ഒരു പിന്നാണ്, ഒരു 5 ഡിജിറ്റ് പിന്നാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അത് 2 ടൈപ്പ് സെലക്ട് ചെയ്യാം, 2 രീതിയിൽ നമുക്ക് ആ പിന്ന് സെലക്ട് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ഇലക്ട്രോണിക് ഫയലിംഗ് നടത്തുമ്പോൾ സിഗ്നേച്ചറിന് പകരം യൂസ് ചെയ്യുന്ന പിന്ന് ഓക്കെ സെൽഫ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ മറ്റൊരു മെത്തേഡ് എന്തായിരുന്നു? പ്രാക്ടീഷണർ. ഓക്കെ, കറക്റ്റ്. ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾക്കും സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ 2 രീതിയിൽ നമുക്ക് ആ 5 ഡിജിറ്റ് പിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ആർക്കൊക്കെ ഫയൽ ചെയ്യാം? ഫോം 1040 ഇൻഡിവിജ്വൽസിന് ഫയൽ ചെയ്യാന്ന് വരച്ചു. ഏതൊക്കെ ഇൻഡിവിജ്വൽസിന് അത് ഫയൽ ചെയ്യാം? ഏത് കാറ്റഗറിയിൽ വരുന്ന ഇൻഡിവിജ്വൽസിനാണ് അത് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ? ഇൻഡിവിജ്വൽസ് ഇൻ ജനറൽ, ഡിപ്പെൻഡൻസ്, സർട്ടൺ ചിൽഡ്രൻ ഓർ ഫുൾ ടൈം സ്റ്റുഡൻസ്, സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ്, ഏലിയൻസ്. ഓക്കെ, റെസിഡന്റ് ഏലിയൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽസ് ഇൻ ജനറൽ സാധാരണക്കാരായ ഇൻഡിവിജ്വൽസ്, ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, ക്വാളിഫയിങ് പേഴ്സൺസ്, ക്വാളിഫയിങ് ചൈൽഡ്, ക്വാളിഫയിങ് റിലേറ്റീവ്, ക്വാളിഫയിങ് പാരൻസ്, അവർക്കൊക്കെ. പിന്നെ സെർട്ടൈൻ ചിൽഡ്രൻ ഓർ ഫുൾ ടൈം സ്റ്റുഡൻസ്. ഓക്കെ, സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ്, അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒക്കെ നടത്തുന്ന സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ റെസിഡന്റ് ഏലിയൻസ് ആണ്, US സിറ്റിസൺ ആവുന്ന ആളുകൾ. അവർക്കൊക്കെ ഫോം 1040 ഫയൽ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നാളത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.